ഭരണ സംവിധാനങ്ങൾക്ക് വേണ്ടത്ര ജാഗ്രതയുണ്ടായില്ല എന്ന വിമർശനം ഉയർന്നിട്ടുണ്ട്. അത് പരിശോധിക്കപ്പെടേണ്ട കാര്യമാണ്. ഇപ്പോഴത്തെ കെടുതികൾക്ക് കാരണമായ ജൂലൈ 31 അതിതീവ്ര മഴ, അത് ആരംഭിച്ച ഘട്ടത്തിൽ ആവശ്യമായ മുന്നറിയിപ്പോ മുൻകരുതലുകളോ ഉണ്ടായില്ല എന്ന പ്രത്യേകതയുണ്ട്. വയനാട് തുരങ്കപാത നിർമ്മാണ മേഖലയിലുണ്ടായ ദുരന്തം ഇത്തരമൊരു അനാസ്ഥയുടെ മറ്റൊരു ഉദാഹരണമാണ്. അതിതീവ്ര മഴ പ്രഖ്യാപിച്ചിട്ടും ചട്ടപ്രകാരം റെഡ് അലേർട്ട് സമയബന്ധിതമായി പ്രഖ്യാപിച്ചില്ല. മഴ നല്ല നിലക്ക് ആരംഭിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് അലേർട്ടുകൾ വന്നത്. അതേപോലെ തന്നെ മണ്ണിടിച്ചൽ ഉണ്ടാവുമെന്ന മുന്നറിയിപ്പുകൾ ലഭിച്ചിട്ടും ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിക്കാതെ പോയി. ഇവിടെ കേരളത്തിൻ്റെ ഒരു വലിയ നൊമ്പരമായി മാറിയതാണ് രാജേഷിൻ്റെ വിയോഗം. എല്ലാവരെയും കണ്ണീരിലാഴ്ത്തിയ സംഭവമാണ്. പ്രളയത്തിലകപ്പെട്ട സഹജീവിയെ രക്ഷിക്കുന്നതിനിടെയാണ് ആ ചെറുപ്പക്കാരൻ്റെ ജീവൻ നഷ്ടപ്പെടുന്നത്. രക്ഷാപ്രവർത്തകൻ കൂടിയായിരുന്നു രാജേഷ്. അദ്ദേഹത്തിൻ്റെ മൃതദേഹം 4 ദിവസങ്ങൾക്ക് ശേഷമാണ് കണ്ടെത്താനായത്. അത്തരം ഒരവസ്ഥയിലുള്ള മൃതദേഹം തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അതിന് ഒരു ഫ്രീസർ ആംബുലൻസ് പോലും ഒരുക്കാൻ കഴിയില്ല. വളരെ ആശ്ചര്യകരമായൊരു സംഭവമാണ്. ഇവിടുന്ന് പുറപ്പെട്ട് പിന്നെ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തു. സ്വാഭാവികമായും ദിവസങ്ങൾ കഴിഞ്ഞതുകൊണ്ടുള്ള ദുർഗന്ധമൊക്കെ വരുന്ന അവസ്ഥ. അങ്ങനെയൊക്കെ ഒരു അവസ്ഥയിലാണ് ചാവക്കാട് വെച്ച് ഫ്രീസർ ഏർപ്പെടുത്തുന്നത്. അപ്പോൾ ഇതൊരു വീഴ്ച മാത്രമല്ല, വലിയൊരു അനാദരവായിട്ട് തന്നെ കാണേണ്ട കാര്യമാണ്. മറ്റൊരാൾക്ക് വേണ്ടി, മറ്റുള്ളവരെ രക്ഷിക്കുന്നതിന് വേണ്ടി ഉള്ള ശ്രമത്തിൽ ജീവൻ നഷ്ടപ്പെട്ട പ്രവർത്തകൻ ദുരന്തമുഖത്ത് സ്വയം സന്നദ്ധനായി വന്ന് കാര്യങ്ങൾ നിർവഹിക്കുന്നയാൾ. അദ്ദേഹത്തോട് കാണിക്കേണ്ട ആദരവ് ഉണ്ടായില്ല എന്ന് മാത്രമല്ല, വലിയ തോതിലുള്ള അനാദരവാണ് ഫലത്തിൽ കാണിച്ചത്. ജൂലൈ 31 അതിതീവ്ര മഴ ആരംഭിച്ചപ്പോൾ ആ ഒറ്റ രാത്രി കൊണ്ട് റാന്നിയിൽ വൻ വെള്ളപ്പൊക്കമാണ് ഉണ്ടായത്. വലിയ നാശനഷ്ടം അവിടെ ഉണ്ടാവുകയും ചെയ്തു. ഇതേ സമയം മൂഴിയാർ ഡാം മുന്നറിയിപ്പില്ലാതെ തുറന്നുവിട്ടു. അതും ഇതിന് കാരണമായി. അവിടുത്തെ വ്യാപാരികൾക്ക്, നാട്ടുകാർക്ക് വലിയ തോതിലുള്ള നഷ്ടമാണ് ഉണ്ടായത്. ഓണക്കാലമായതുകൊണ്ട് വ്യാപാരികളൊക്കെ സ്വാഭാവികമായും സാധാരണയിൽ കൂടുതൽ സാധനങ്ങൾ സ്റ്റോക്ക് ചെയ്യുന്ന സമയമാണ്. വൻപിച്ച നാശനഷ്ടമാണ് അവിടെ ഉണ്ടായത്. ഇതിനാവശ്യമായ
നഷ്ടപരിഹാരം അടിയന്തരമായി നൽകുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്.